ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ അവർ കുറെ വർഷം കഴിയുമ്പോ ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയില്ലെന്ന് ചോദിക്കുമ്പോ പൊള്ളി പോകില്ലടോ മനസ്സ്. അവൾ എന്താഗ്രഹിച്ചാലും അത് നേടിക്കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇല്ല വിപിൻ, പണം കൊണ്ട് നേടിക്കൊടുക്കാവുന്ന ഒന്നും ആയിരിക്കില്ല അവള് ചോദിക്കുന്നത്. അവള് വളർന്നു വന്നത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനില്ല. അതൊക്കെ പോട്ടെ, ഞാൻ അവളെ എടുത്തോണ്ട് വരാം. സ്നേഹിക്കാൻ നിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ, പക്ഷേ നീ കേട്ടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുഞ്ഞുണ്ടെന്നും പറയാൻ നിനക്ക് നാണക്കേടായിരുന്നു. ഇനി അങ്ങനെ ആവരുത്. കല്യാണി നിന്റെ മോളാണെന്ന് എല്ലാവരോടും അഭിമാനത്തോടെ ചേർത്ത് നിർത്തി പറയണം. പൊയ്ക്കോ. ഉണരുമ്പോ അവക്ക് പരിചയമില്ലാത്ത വേറൊരു ലോകത്താ. അവള് ചിലപ്പോ പതിയെ പൊരുത്തപ്പെടുമായിരിക്കും, പക്ഷെ ഞാൻ വിപിനെ വാ. അവകാശമുള്ളവർ ജയിച്ചു അല്ലേടോ? താൻ വന്ന് കേറും. ഹരി, അവസാന നിമിഷം ഞാൻ ഒന്നുകൂടി ആലോചിച്ചു, മോളെ കൊടുക്കണോ വേണ്ടയോ എന്ന്. നഷ്ടപ്പെടലുകൾ
നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ മക്കളെ നമുക്ക് തന്നത്? ഹരി, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുന്നത് നേരെ എന്റെ മോളുടെ അടുത്തായിരിക്കും. അവളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും. ഇന്നു മുതൽ അവൾ എന്റേതല്ല. ഇന്നലെ വരെ എന്റെ ശ്വാസമായിരുന്ന കുഞ്ഞിനെ അവരെന്റെ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് പോയി. ആദ്യം പോയ സങ്കടം നീ സഹിച്ചില്ലേ? അപ്പൊ ഞാനും അത് സഹിക്കേണ്ടവനല്ലേ? കണക്ക് ചോദിച്ചപ്പോ ആദ്യം നിത്യയുടെ ആരുമല്ല. വീണ്ടും കണക്കുകൾ നിരത്തിയപ്പോ കല്യാണിയിൽ ഹരിക്കും അവകാശമില്ല. അപ്പോ നമ്മൾ ആരായിരുന്നോ? കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്ന വെറും ജോലിക്കാരോ? ഈ ചോദ്യം ഞാനും ചോദിച്ചിട്ടുണ്ട്. ജ്യോതിയും വീണയും ശത്രുക്കളുടെ സ്ഥാനത്ത് നിന്ന കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയത്. പക്ഷെ എന്റെ കാര്യോ, എന്നെ വേദനിപ്പിച്ചിട്ട് ആദ്യം കൊണ്ടുപോയത് അതും എന്റെ കൂടെ നടന്നിരുന്ന ജ്യോതി. നമുക്ക് സഹിക്കാം ഹരി. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ശരിയാ. കാലം നമ്മളെ ചില ചുമതലകൾ ഏൽപ്പിച്ചു എന്ന് കരുതാം. അതവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ ചുമതല നമ്മളെ ഇന്ന് കാലം എടുത്ത് മാറ്റി. ഇനി അവരവരുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ കൂടെ ജീവിക്കട്ടെ. ഒരു കണക്കിന് നന്നായി. അല്ലെങ്കിൽ അവർ കുറെ വർഷം കഴിയുമ്പോ ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയില്ലെന്ന് ചോദിക്കുമ്പോ പൊള്ളിപ്പോകില്ലടോ മനസ്സ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര വലുതായാലും അങ്ങനെയൊന്നും ചോദിക്കില്ല ഹരി. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ കിടന്നോട്ടെ. അതോർത്ത് നമുക്ക് മനസ്സിലെ മുറിവുകൾ ഉണക്കാം. കുറെ സ്വപ്നങ്ങൾ വാരി പിടിച്ചു നടന്നു. ഇടയിൽ ചിലത് വീണങ്ങ് പോയി. പക്ഷെ മുന്നോട്ട് പോകാൻ ഇനിയും നമ്മുടെ കയ്യിൽ സ്വപ്നങ്ങളുണ്ട്. കേട്ടോ ഹരി?